നമ്മുടെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് ഡെഫിനേഷൻ ഓഫ് ലവ്? അപ്പം നിങ്ങൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാം ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ലെറ്റ്സ് ചെക്ക് പബ്ലിക് ഒപ്പീനിയൻ. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണ് ഡെഫിനേഷൻ ഓഫ് ലവ്? ഓക്കെ, രണ്ടുപേരോ അതിൽ കൂടുതൽ ആൾക്കാരോ ഒരുമിച്ച് എണ ചേരാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവണമല്ലോ. ഏത് ആ ബോണ്ട് വേണമെങ്കിൽ നമുക്ക് പ്രണയമായിട്ട് വിശേഷിപ്പിക്കാം. ഓപ്പണായിട്ട് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് പ്രണയം. അത് മനുഷ്യന്മാരെ മാത്രമല്ല. ഇപ്പോൾ ഒരു ഫോൺ നമ്മൾ തിരഞ്ഞെടുക്കും ഉപയോഗിക്കാൻ, ഒരു ക്യാമറ നമ്മൾ ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കും, ഒരു വീട് നമ്മൾ ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വീടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുന്നത്. ഒരു വണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കും. ജനാധിപത്യപരമായിട്ട് എങ്ങനെ തിരഞ്ഞെടുക്കുന്ന എല്ലാം പ്രണയമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അത് എണ്ണകളെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ആക്സസറീസ് ആണെങ്കിലും ഇൻക്ലൂഡിങ് ഒരു പെറ്റിനെ വരെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ജനാധിപത്യമായിട്ട് തിരഞ്ഞെടുപ്പ് എവിടെ ഉണ്ടാകുന്നോ അവിടെ ഈ പറയുന്ന പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവണം. ഫ്രീഡം ഓഫ് ചോയ്സ് ആണ് ഈ പ്രണയം. അത്രയും ലളിതമായിട്ട് പറയാം. പക്ഷേ മനുഷ്യന്മാർക്കിടയിലുള്ള പ്രണയങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സുഹൃത്തിനെ ആണെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കില്ല ചെയ്യുക. അവിടെയും ഈ പറഞ്ഞ എന്ത് വരുന്നുണ്ട്, ചോയ്സ് വരുന്നുണ്ട്. സുഹൃത്തിൻ്റെ അടുത്ത് നമുക്ക് പ്രണയമല്ലേ. എണ ചേരാനായിട്ട് തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ഫിസിക്കൽ പാർട്ട്ണർ എന്ന് പറയുന്നതും പ്രണയത്തിൽ നിന്ന് വരുന്നതല്ലേ. അപ്പോൾ ഒരു പുസ്തകം വായിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ പുസ്തകത്തിനോടുള്ള പ്രണയത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ജനാധിപത്യപരമായിട്ട് എവിടെ തിരഞ്ഞെടുക്കുന്നു അവിടെ പ്രണയം ഉണ്ടാകുന്നു. സിമ്പിൾ, ലളിതമാണ്. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കെയർ ഉണ്ടാവും, പിന്നെ ഒരാളുടെ ഫീലിങ്സ് എന്താണെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സിലാക്കി അതനുസരിച്ചിട്ട് പെരുമാറുന്നതിലായിരിക്കും ശരിക്കും ലവ് ഉണ്ടാവും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും കാണുക എന്നുള്ളതിലല്ല. ശരിക്കും അവർ തമ്മിൽ എങ്ങനെ മിങ്കിൾ ചെയ്യുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിലായിരിക്കും ശരിക്കും എന്ന് പറയുന്ന ലവ് ഉണ്ടാവും. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ മതി. അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ട്രസ്റ്റ് ആണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ട്രസ്റ്റ് ആണ് ഏറ്റവും ബേസ് എന്നാണ് തോന്നിയിരിക്കുന്നത്. ട്രസ്റ്റ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ലവിനും ഇപ്പൊ ഏതൊരു തരത്തിലുള്ള ലവ് ആണെങ്കിലും ട്രസ്റ്റ് മാത്രം മതി എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒരു റിലേഷൻഷിപ്പ് അത് ലവർ മാത്രമല്ല, ബ്രദറായാലും മദറിനായാലും എന്തെങ്കിലും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രസ്റ്റ് ഉണ്ടായ ലവ് ഉണ്ടാവുന്ന തോന്നിയിട്ടുണ്ടോ? ട്രസ്റ്റ് മാത്രല്ല, ഒരു കമ്മിറ്റ്മെന്റും പിന്നെ ആൾക്കാരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടായാൽ മതി. സെറ്റ് ആയി പോയിക്കോളൂ. അപ്പൊ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടില് ട്രസ്റ്റും കമ്മിറ്റ്മെന്റ് ഒക്കെയാണ്. അത് ഇന്ന ലവ് ആണെന്നല്ല, ഏതൊരു ടൈപ്പിലാവുമ്പോൾ നമുക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവല്ലോ, ഇന്ന പോലെ ആയിരിക്കണം. കെയർ ചെയ്യണം. നമുക്ക് ഗേൾസിന് എപ്പോഴും ആഗ്രഹം കെയറിങ് ആണ്. അപ്പം നമ്മളിപ്പോൾ ഒരു പ്ലേസിലേക്ക് പോകുമ്പോൾ എത്തിയോ എന്ന് ചോദിക്കാനും നമ്മൾ ഫുഡ് കഴിച്ചോന്നും നമ്മൾ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ഒരു പ്രശ്നം വരുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എല്ലാ ഗേൾസും ആഗ്രഹിക്കും. അതിന് കെയറിംഗ് ആണ് ഏറ്റവും കെയറിങ്ങും ലവ്, അതൊരു ലവ് ആണ്. ലവ് ലൈക്ക് ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ടാവല്ലോ. ലവ് എന്ന് പറയുമ്പോൾ കെയർ ആയിരിക്കും, ട്രസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ അതെന്താണ്? എന്റെ പെർസ്പെക്റ്റീവില് ലോയൽറ്റി, ട്രസ്റ്റ്, ഹാപ്പി മൊമെന്റ്സ്. ഇതിപ്പോ ഈ ലോയാലിറ്റി, ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് എല്ലാ റിലേഷൻഷിപ്പിലും വേണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ലൈക്ക് ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോ ഒരു മെയിലും ഫീമെയിലും മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എല്ലാത്തിലും വേണമെന്ന് തോന്നുന്നു. ഈ ഹാപ്പി മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? വേണം എപ്പോഴും ഓർത്തിരിക്കാൻ കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും ലവ് എന്നാണോ? അതാണ് ഏറ്റവും ലവ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ. അത് എല്ലാത്തിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ചോദിച്ചാ അങ്ങനെ ഒന്നുമില്ലേ പറയാൻ. എന്നാലേ എല്ലാ ടൈപ്പ് ഓഫ് ലവിനും നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു അർത്ഥം ഉണ്ടാവുക. അതെന്താണ്? റെസ്പെക്റ്റ് കൊടുക്കുന്നത്, ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, അങ്ങനെയാണോ? എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്.
മെയിൻ റെസ്പെക്റ്റ് ആണ് എല്ലാം. അതില്ലെങ്കിൽ ഇപ്പൊ ലവിന് ഒരു മീനിങ് ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ മതി. എന്താ ഇതൊക്കെ വിഷമായാലും സന്തോഷമായാലും എപ്പോഴും കൂടെ ഉണ്ടാവണം. അറിയില്ല എന്താ തോന്നിയിരിക്കണേ? ഒന്നും പറയാനില്ല. ഇല്ല എല്ലാത്തിനും ഇതേപോലെ കെയറിങ് ആയിട്ടും ഇതായിട്ട് കൂടെ നിൽക്കണ ഒരാളും കൂടെ നിൽക്കുന്ന ഒരാളാണ് ലവ് എന്ന് പറയുന്നത്. അറിയാം, എന്തെങ്കിലും അറിയാം, കുഴപ്പമില്ല.